വെൽക്കം ബാക്ക്. അപ്പോൾ പ്രിൻസസ് ഓഫ് തുനീഷ്യ നമ്മൾ തകർത്തു. ട്രസ്റ്റ് മീ, അത് കഴിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോഴും എനിക്ക് നാട്ടിലെ അമ്മയൊക്കെ ഇങ്ങനെ മീൻ വറുത്ത് തരില്ലേ, അതിൻ്റെ ആ ഒരു ഫുൾ ഒരു ചെറിയ ഒണിയൻ്റെ ഒക്കെ ടേസ്റ്റ് ആയിരുന്നു വായിൽ. അപ്പോൾ പ്രിൻസസ് ഓഫ് തുനീഷ്യ കഴിഞ്ഞപ്പോൾ ഷെഫ് നമ്മുടെ കൂടെ തരുന്നുണ്ട്. വേറൊരു ഡിഷിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. അപ്പം ഷെഫേ, അടുത്ത എന്താ? അടുത്ത് ഫിഷ് പട്ടുറുമാൽ. അപ്പോൾ നമ്മൾ നേരെ തുനീഷ്യയിൽ നിന്നും അറേബ്യയൊക്കെ വിട്ട് അങ്ങ് കേരളത്തിൽ പോയി. എൻഡ് ഓഫ് ദി ഡേ കാലിക്കറ്റ് നോട്ട്ബുക്ക് റെസ്റ്റോറൻ്റ് ആണ്, മലയാളികളുടെ ഫേവറേറ്റ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ പോയി. എന്താണ് പട്ടുറുമാലിന്റെ പ്രത്യേകത? ഈ പേരിന്റെ പ്രത്യേകത, പേരിടാൻ കാരണം എന്താ? പേരിടാൻ കാരണം നമ്മുടെ വീടുകളിൽ കിട്ടുന്ന ഒരു മീൻകറി കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീടൊക്കെ ഓർമ്മ വരും. ഇതല്ലേ, അപ്പം എല്ലാവരും വീട് ഓർക്കട്ടെ. കുറച്ച് എരിവും കുറച്ച് പുളിയും നല്ല ഒരു യൂണിക് ടേസ്റ്റും തോന്നുന്ന ഒരു ഫുൾ ഫിഷ് കറിയുടെ ഒരു തുടങ്ങാം. അപ്പൊ എന്തൊക്കെയാ വേണ്ടത്? അതിന് ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കുടംപുളി, നമ്മുടെ ഐക്കൂറ ഫിഷ്. ഐക്കൂറ വേറെ മീനും പറ്റുമോ? അതെ, എല്ലാ മീനും പറ്റും. എല്ലാ ഫിഷും ഐക്കൂറ നമ്മൾ എടുക്കാം. പിന്നെ ഉലുവ, വെളിച്ചെണ്ണയിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. വെളിച്ചെണ്ണ, കോക്കനട്ട് മിൽക്ക് പൗഡർ, തേങ്ങാപ്പാല്, ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ. ഫിഷ് പട്ടുറുമാലിന് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഉപ്പ്, തേങ്ങാപ്പാല്, മഞ്ഞൾപ്പൊടി, മീൻ, കുടംപുളി, ഉലുവ, കുക്ക് ചെയ്യാനുള്ള കോക്കനട്ട് ഓയിൽ, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങളാണ് ഫിഷ് പട്ടുറുമാൽ. നമുക്ക് ഇത് ഈ പട്ടുറുമാൽ ഫിഷ് കറിക്ക് നമുക്കൊരു അരപ്പുണ്ട്. നമ്മുടെ ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എണ്ണയിൽ വെളിച്ചെണ്ണയ്ക്കകത്തൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഫൈൻ പേസ്റ്റ് ആക്കി വെച്ചേക്കുന്നതാണ്. അപ്പം നമ്മുടെ ഷെഫ് ഒരു അരപ്പ് കാണിച്ചിട്ടുണ്ട്. അരപ്പ് ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണയിൽ നല്ലോണം സോട്ട് ചെയ്തിട്ട് നല്ലോണം അരച്ചെടുത്ത ഒരു പേസ്റ്റ് ആണ് ഇത്. ആദ്യം കോക്കനട്ട് ഓയിൽ 2 സ്പൂൺ. ആ കോക്കനട്ട് ഓയിലിനെ ഫുള്ള് ചട്ടിയാക്കണം അല്ലേ? ഉലുവ അത് ഷെഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫുൾ ചട്ടിയിലൊന്നും. ഫുൾ ചട്ടിയാക്കി ഉലുവ, കുറച്ച് ഉലുവ, നമ്മൾ 1/2 സ്പൂൺ ഉലുവ പൊട്ടിച്ചു. ഓക്കെ. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ, നല്ലോണം പൊട്ടുമ്പോൾ ഇഞ്ചി 1 സ്പൂണ്, 1 സ്പൂൺ ഇഞ്ചി, പച്ചമുളക് ഒരു 3 എണ്ണം, ഇഞ്ചി, പച്ചമുളക് 3 ചോപ്പ് ചെയ്ത് വെച്ച പച്ചമുളക്, വെളുത്തുള്ളി 1 സ്പൂണ്, വെളുത്തുള്ളി. അതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഇഞ്ചി, പച്ചമുളക് ആദ്യം എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നല്ലോണം വഴറ്റുക അല്ലേ? ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ അല്ലേ? ലൈറ്റ് ബ്രൗൺ കളർ. അടുത്തത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഒരു 3 ടീസ്പൂൺ. 3 ടീസ്പൂൺ. യെസ്, 3 ടീസ്പൂൺ അല്ലേ? 3 ടീസ്പൂൺ. നമ്മുടെ ചെറിയുള്ളി ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ട്, അതിന് മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ചിലപ്പം കറിവേപ്പില ആഡ് ചെയ്യാം. ഒരു 1 ടീസ്പൂൺ കറിവേപ്പില. 1 ടീസ്പൂൺ കറിവേപ്പില. അതൊന്ന് ഒന്നുകൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കും. അപ്പം അതിന് മുമ്പ് ഇട്ടിരുന്ന ഇഞ്ചിയൊക്കെ നല്ലോണം ബ്രൗൺ ആയി. വെളുത്തുള്ളി ശരിക്കും ഫ്രൈ ആയി. ചെറിയുള്ളി അതിനേക്കാളും കുറച്ചും കൂടെ കുറച്ച് ചെറുള്ളി ഒന്ന് ചെറിയ ബ്രൗൺ ആയി. നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ നല്ല മണം വരുന്നു. ഇട്ട സാധനങ്ങളുടെ 1/4 ആയി. നമുക്കിനി അടുത്തത് നമുക്ക് മസാല ആഡ് ചെയ്യാം. ഇപ്പോൾ കറിവേപ്പിലയും ചുവന്നുള്ളിയും കൂടിയിട്ടുള്ളൊരു ബ്ലെൻഡഡ് സ്മെല്ല്. നമുക്ക് ആദ്യം ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത് മൊത്തത്തിലൊരു മഞ്ഞ ഫുൾ ഒരു യൂണീക്ക് കളറായി. അടുത്തായിട്ട് നമുക്ക്
നമ്മുടെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച മസാല നമുക്ക് ആഡ് ചെയ്യാം. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഒന്നിച്ച് നല്ലോണം സോട്ട് ചെയ്ത് അരച്ച് ഫൈൻ ഗ്രൈൻഡ് ചെയ്തെടുത്ത് ഓക്കെ. നമുക്കൊരു 3 ടീസ്പൂൺ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഈ ആഡ് ചെയ്ത മസാല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നല്ലോണം. അപ്പോൾ ഇത് മൊത്തത്തിലൊരു ക്രീം പോലെയായി അല്ലേ? ക്രീം പോലെ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഒരു 10 സെക്കൻഡ് അല്ലെ 15 സെക്കൻഡ് നമുക്ക് സോട്ട് ചെയ്യണം. അത് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഓക്കെ. അതിനുള്ളിലേക്ക് നമുക്ക് സ്റ്റോക്ക് ആഡ് ചെയ്യാം. നമുക്ക് അതിന് ആവശ്യത്തിനുള്ള ഉപ്പും പുളി ആഡ് ചെയ്യാം. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ഉപ്പ് ഇതുവരെ ഇട്ടില്ലല്ലോ. അതെ, ഉപ്പ് ഇടുന്നതിന് നമുക്കൊരു ഒരു ഒരു സമയമുണ്ട്. സമയത്തിന് നമ്മൾ ഉപ്പിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ കൂടിപ്പോയി കഴിഞ്ഞാൽ തുടക്കത്തിലിടാൻ പാടില്ല, ഒടുക്കത്തിലാകാൻ പാടില്ല. ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. അതിനാവശ്യത്തിനുള്ള പുളി മുക്കി വെച്ച വെള്ളം, നമ്മൾ സോക്ക് ചെയ്ത് വെച്ച കൊക്കമാണ് അത്. നമ്മൾ അതിൻ്റെ ജ്യൂസായിട്ടുള്ള കൊടംപുളി, അതിൻ്റെ ജ്യൂസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ഓൾമോസ്റ്റ് 4 ടീസ്പൂൺ. എത്ര നേരം പുളി ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കണം? ഒരു ½ ആൻ അവർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സത്ത് മൊത്തം നമുക്ക് എടുക്കാൻ പറ്റും. നല്ലോണം ഗ്രേവി തിളച്ചു. അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് നമുക്ക് ഇടാം. കിങ് ഫിഷ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഏത് ഫിഷ് ആണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അതിന് നമുക്കിനി ഇത് കവർ ചെയ്ത് വെച്ച് വേണം നമുക്ക് ഫിഷ്, ഏത് ഫിഷ് കുക്ക് ചെയ്താലും നമുക്ക് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് കാണുന്നത്. ഇല വെച്ചാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഇലയുടെ ആ ഒരു വാടിയ ഒരു ടേസ്റ്റും ഇതും വരും. അപ്പോൾ ഇല ആകെ വാടി. മീൻ ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. നമുക്ക് അത് ഇലയൊന്ന് എടുത്ത് മാറ്റിയിട്ട് ഫിഷ് കുക്കായി ഇതിനുള്ളിലോട്ട് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ, വളരെ കട്ടിയുള്ള ഒന്നാം പാൽ അല്ലേ, 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ച കഴിഞ്ഞ ശേഷം നമുക്ക് ഫയർ ഓഫ് ചെയ്യണം. ഫിഷ് ഓൾറെഡി കുക്കായി. ഫയർ ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ മേളിൽ കുറച്ച് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒന്ന് പൊതിച്ചോറിന്റെ മണം വരുന്നുണ്ട്. അതാണ് നമ്മൾ വാഴയില വെച്ചതിൻ്റെ ഉള്ള ഒരു ഗുണമാണ് കാണുന്നത്. നാട്ടിലൊരു നൊസ്റ്റാൾജിക്. നമ്മുടെ ഫിഷ് കറി റെഡിയായി. ലാസ്റ്റ് നമുക്ക് ചേർക്കാനുള്ള ചേരുവയാണ് പച്ച വെളിച്ചെണ്ണയാണ് അല്ലേ? ഒരു ടീസ്പൂൺ ചുമ്മാ വെറുതെ ഒഴിച്ചാൽ മതി. ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. ടേസ്റ്റ് ഒന്ന് കറക്റ്റാണ്. നമ്മൾ ഇളക്ക് ഒന്നും വേണ്ട. പട്ടുറുമാൽ ഫിഷ് കറി അവസാനം വെളിച്ചെണ്ണ ഒഴിച്ചോടുകൂടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഇനി ഈ ചട്ടിയിൽ ഇരുന്ന് അങ്ങനെ ഒരു ഒന്ന് തിളച്ച് എത്ര നേരം ചട്ടിയിൽ ഇരിക്കുന്ന അത്രയും ടേസ്റ്റ് കൂടും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ടേബിൾ കൂടെ സെർവ് ചെയ്യുന്നത്. നമ്മൾ ഇതേപോലെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. ഇത് എന്തിന്റെ കൂടെയാണ് സാധാരണ പട്ടുറുമാൽ ഫിഷ് കറി കഴിക്കുക? നമ്മൾ പത്തിരി, നൈസ് പത്തിരി, ഇടിയപ്പം, അപ്പം. ഒരുപാട് പേർക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഒരുപാട് പേര് ഓർഡർ ചെയ്യുന്ന ഡിഷാണ്. അതെ, ഒരുപാട് പേര് പൊതുവെ നാടൻ കറികൾ താല്പര്യമുള്ള ആൾക്കാർ ഒരുപാട് പ്രിഫർ ചെയ്യും. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? തകർത്തു. പട്ടുറുമാൽ ഫിഷ് കറി വീട്ടിലൊക്കെ അമ്മക്ക് ഉണ്ടാക്കില്ലേ? അപ്പോൾ ഒരു പുളി ഉണ്ടാവില്ലേ? ആ ഒരു പുളി, ഇഞ്ചി ഭയങ്കര വഴണ്ട ഒരു ടേസ്റ്റ്, ഒരു പച്ചപ്പ് വിട്ട ഉള്ളിയുടെ ടേസ്റ്റ്, എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തൊരു നല്ലതാണ്. പട്ടുറുമാൽ ഫിഷ് കറി എനിക്ക് തോന്നുന്നു പത്തിരിയും വേണ്ട, ഒന്നും വേണ്ട, ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ ഞാൻ നല്ലോണം കഴിച്ചോളൂ. മലയാളി ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ള കാര്യം. ഇപ്പോൾ യൂറോപ്പിൽ പോയാൽ പോലും ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലബാർ ഫുഡ് എന്ന് ചോദിക്കും. അപ്പോൾ UAE വന്നിട്ട് മലബാർ ഫുഡ് കഴിക്കണം എന്ന് ഒരു ടാക്സിക്കാരൻ്റെ അടുത്ത് ചോദിച്ചാൽ പോലും കറക്റ്റായിട്ട് കൊണ്ട് നിർത്തുന്ന റെസ്റ്റോറൻ്റാണ് കാലിക്കറ്റ് നോട്ട്ബുക്ക് റെസ്റ്റോറൻറ്റ്. നമുക്കൊക്കെ അറിയാം, ആരോട് ചോദിച്ചാലും
മലയാളി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഈസിലി റെക്കമെൻഡ് ചെയ്യുന്ന റെസ്റ്റോറൻ്റ് ആണ് കാലിക്കറ്റ് നോട്ട്ബുക്ക്. അപ്പോൾ അതിൻ്റെ ഓണേഴ്സിൽ ഒരാളായിട്ടുള്ള മിസ്റ്റർ സതീഷ് നമ്മുടെ കൂടെ ഉണ്ട്. എങ്ങനെയാണ് അവർ 2 കൊല്ലം കൊണ്ട് ഇങ്ങനെ ഒരു മാസീവ് ഗ്രോത്തും എല്ലാവരുടെ മനസ്സിലും ഇത്രയൊരു ഇടം പിടിക്കാൻ പറ്റിയതെന്ന് കാലിക്കറ്റ് നോട്ട്ബുക്കിൻ്റെ ഓണേഴ്സിൽ ഒരാളായിട്ടുള്ള സതീഷ് ചേട്ടനോട് ചോദിക്കാം നമുക്ക്. അഞ്ജന പറഞ്ഞു കാലിക്കറ്റ് നോട്ട്ബുക്കിൻ്റെ 2 വർഷം കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ വളർന്നു. 2 വർഷത്തെ കാലിക്കറ്റ് നോട്ട്ബുക്കിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി. കാരണം എന്താ വെച്ചാൽ ഒരു മനുഷ്യൻ്റെ 8 hours 9 hours ഡ്യൂട്ടിക്ക് പുറമേ ഒരു 24 hours കഠിനമായ അധ്വാനം കൊണ്ടാണ് ഞങ്ങൾ ഈ ലെവലിലേക്ക് എത്തിയത്. ഈ നോട്ട്ബുക്കിനെ ഈ ലെവൽ കാലിക്കറ്റ് നോട്ട്ബുക്കിനെ ഈ ലെവലിൽ എത്തിക്കാൻ, ഇന്ന് നിങ്ങൾ പറയുന്ന ഈ ലെവലിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. അതിൽ മെയിനായി ഞാൻ മാത്രമല്ല, എൻ്റെ കൊലീഗ്സായ 2 പാർട്ട്നേഴ്സ് ഉണ്ട്, മിസ്റ്റർ ഗോപി മിസ്റ്റർ വിജയൻ. അവർ 3 പേരും ഈ ഫീൽഡിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അവരുടെ 3 പേരുടെയും എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കഠിനമായി അധ്വാനിച്ചിട്ടാണ് ഞങ്ങൾ ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നോട്ട്ബുക്ക് വന്ന് നിൽക്കുന്ന ആ ഒരു സക്സസ്ഫുൾ സ്റ്റോറിയെ പറ്റി, ഇപ്പോൾ വന്ന് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ എങ്ങനെ എത്തി എന്നുള്ളതും ആ ഒരു സക്സസ്ഫുൾ സ്റ്റോറിയെ പറ്റി സതീഷ് ചേട്ടൻ നമ്മളോട് പറഞ്ഞു. അപ്പം ഈ ഒരു 3 ഔട്ട്ലെറ്റ്, ഇപ്പോൾ ഉള്ള 3 ഔട്ട്ലെറ്റിന് ഭാവിയിൽ വരാൻ പോകുന്ന എല്ലാ ഔട്ട്ലെറ്റ്സിനും ആ ഒരു ആരുടെയും ഒരു കംപ്ലയിൻറ്റ് ഇല്ലാതെ ആ ഒരു ടീം സ്പിരിറ്റ് അതുപോലെ കീപ്പ് ചെയ്ത് എല്ലാ എംപ്ലോയീസിനെയും ഒരുപോലെ കൊണ്ടു നടക്കാനും എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരുപോലെ ഹാപ്പി ആക്കാനും അതിൻ്റെ പുറകിൽ 24 മണിക്കൂർ 3 മണിക്കൂർ ഒന്നുമില്ലാതെ പ്രയത്നിക്കുന്ന ഒരാളുണ്ട്. നോട്ട്ബുക്കിൻ്റെ ജനറൽ മാനേജർ, കാലിക്കറ്റ് നോട്ട്ബുക്കിൻ്റെ ജനറൽ മാനേജർ മിസ്റ്റർ ഷംസുദ്ദീൻ നമ്മുടെ കൂടെ. അപ്പോൾ എങ്ങനെയാണ് ഒരു കംപ്ലയിൻറ്റും അങ്ങനെ ആർക്കും പുറത്തുനിന്ന് ആരും ഒന്നും അവിടെ ചെന്നാൽ ഇത്ര വൈകും അല്ലെങ്കിൽ ഇതാവും അങ്ങനെ ഒരു കംപ്ലയിൻറ്റും ഇല്ലാണ്ട് എങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത് നമുക്ക് ഷംസുദ്ദീനോട് ചോദിച്ചറിയാം. ഈ സഞ്ജന പറഞ്ഞതുപോലെ കാലിക്കറ്റ് നോട്ട്ബുക്കിൻ്റെ ഈ സക്സസിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് നമ്മളെ വാല്യുബിൾ ആയിട്ടുള്ള നമ്മളെ ഗസ്റ്റും എഫക്റ്റീവായിട്ടും നല്ല കോപ്പറേറ്റീവായിട്ടുള്ള നമ്മളെ സ്റ്റാഫും അതോടൊപ്പം ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുമാണ്. ഈ ഒരു കംപ്ലയിൻസും ഇല്ല എന്ന് പറഞ്ഞതല്ല, കംപ്ലയിൻസുകൾ നമുക്ക് വരാറുണ്ട്. ചെറിയ കംപ്ലയിൻസ് പോലും നമ്മളത് അത്ര ഗൗരവത്തോടു കൂടി എടുത്തിട്ട് അത് പരിഹരിക്കപ്പെടാത്തതായിട്ടുള്ള ഒരു കംപ്ലയിൻസും ഈ ഫുഡ് ഇൻഡസ്ട്രിയിലില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ചെറിയ കംപ്ലയിൻസൊക്കെ നമ്മുടെ അടുത്ത് കിട്ടാറുണ്ട്. അത് നമ്മൾ അപ്പോഴപ്പം പരിഹരിച്ച് അവരെ അറിയിക്കാറും അത് റെക്ടിഫൈ ചെയ്യാറുമുണ്ട്. ഷെഫ് ഇപ്പം നമുക്ക് 2 ഗംഭീര ഡിഷ് ഉണ്ടാക്കി തന്നു, അത് നന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളിൽ ആൾക്കാർ കഴിക്കുന്നവരുടെയും കൂടെ റെസ്പോൺസ് എടുക്കാം. എങ്ങനെയാണ് കസ്റ്റമേഴ്സ് ഫുഡിനെ വിലയിരുത്തുന്നത്, സർവീസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. അങ്ങനെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഉള്ളിലുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മൾ കാലിക്കറ്റ് നോട്ട്ബുക്ക് 2 കിസേസിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പം ഹലോ, ഹായ്. ആരുടെ ബർത്ത്ഡേ ഇന്ന് ഇവിടെ? ഇറ്റ്സ് ഹിസ് ബർത്ത്ഡേ. അപ്പോൾ ഈ ഗിഫ്റ്റ് മുഴുവൻ ഇയാളുടെയാണ്. ഹലോ, എന്താ പേര് അവിടെ? റേയാൻഷ്. അപ്പം ഇന്ന് ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ? അപ്പം എന്താ നോട്ട്ബുക്ക് തന്നെ സെലക്ട് ചെയ്ത ഫസ്റ്റ് ബർത്ത്ഡേക്ക്? നാട്ടിലെവിടെ? കോയമ്പത്തൂർ. ഓ, യു ആർ തമിഴ്. ஓகே. அப்போ பாப்பாவோட ஃபர்ஸ்ட் பர்த்டே. அப்போ நீங்கள் நிறைய தமிழ் ரெஸ்டாரண்ட்ஸ் இருக்குல்ல, அப்போ அப்புறம் திருப்பி எங்களோட மலையாள ரெஸ்டாரண்ட்டுக்கு எப்படி வந்தது? நல்லா இருக்கா? முன்னாடி வந்திருக்கா இங்கே என்ன? ஓகே. அப்போ ரொம்ப பிடிச்சிருந்தது. ஸோ எவ்வளோ பேர் இருக்கு நீங்கள்? 50 members, all friends and all. അപ്പോൾ ഇഫ്താർ ആയിരുന്നു അല്ലേ? എന്താ നിങ്ങൾ എവിടെ നിന്ന് മൈക്കത്തിരിക്കെ? നിങ്ങൾ നാട്ടിലെവിടെയാ? പറഞ്ഞോളൂ, ഓരോരുത്തർ എവിടെ നിന്നാന്ന് പറഞ്ഞോളൂ. ഞാൻ കൊല്ലം, അന്തളം, മലപ്പുറം, തിരുവല്ല. You're from? Oh, Kenya. Kenya and Cochin. Cochin. Mumbai. Kochi ആവുമ്പോൾ ഇത്രയും കൂടെ put up. You can put on. And you're From Mumbai. Mumbai. So let me start from you. How did you find the food? Actually, you finished and now with that The coffee, food right? was no, How was the that's tea. Tea. Okay. How was the food? The food was really good. What did you had? We had fish. What's that? Next, we had appam and fish curry and chicken curry and. Which one did you find was which one was the best one? The chicken curry was really yum. Okay, with appam. With appam. എങ്ങനെയുണ്ട് ഭക്ഷണം? നല്ല ഭക്ഷണം. എന്തായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എല്ലാ ഫുഡും കൊള്ളാം. ലൈക്ക് നമ്മൾ കൊച്ചിനായതുകൊണ്ട് മലബാർ ഡിഷസ് അധികം കഴിക്കില്ലായിരുന്നു. സോ ഇവിടെ കുറെ മലബാർ ഡിഷസ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് റിയലി നൈസ്. ഓക്കെ. എന്താ ട്രൈ ചെയ്തൊക്കെ? എന്തൊക്കെയാ ട്രൈ ചെയ്ത? ലൈക്ക് കുഞ്ഞിപ്പത്തിരി, കുഞ്ഞിപ്പത്തിരി.
then കിളിക്കൂട്, then ചട്ടിപ്പത്തിരി, കട്ട്ലറ്റ്, സമൂസ. ശരിയല്ലേ? ആ ഭാഗത്തോട്ട്, കൊച്ചി ഭാഗത്തോട്ട് ഇതൊന്നും ഈ വക സംഭവങ്ങളൊന്നുമില്ല. ഗുഡ് എക്സ്പീരിയൻസ്. How did you find the food? Really good. Really good. Okay, so you like Indian food actually? I do, yes. This is typical Malayali food. So how can you compare it with your food there and in Kenya and this thing here? It's just different. I eat Gujarati food. I'm Gujarati. Oh, you're a Gujarati. Okay. So you would prefer Malayali food or? A little bit of both. Depends on the dish. Anyway, this was yummy, right? Sorry? This was yummy, right? It was very good. Yes. പിന്നെ ഞാൻ ഒരുമിച്ച് എടുക്കട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? നല്ല സൂപ്പർ ഫുഡാണ്. ഫുഡായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? ഇടയ്ക്ക് വരാം. എന്താ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ള? എല്ലാം ഇഷ്ടമാണ്. സർവീസ് എങ്ങനെയുണ്ട്? അത് ചോദിച്ചില്ല. നല്ലതാണ്. നല്ല സർവീസ് ആണ്. എന്തെങ്കിലും കംപ്ലൈന്റ്? ഇല്ല നല്ലതാണ്. നല്ല അപ്പൊ ഒരു ഇഫ്താർ പറഞ്ഞപ്പോൾ കണ്ണടച്ച് ഇവിടെ സെലക്ട് ചെയ്തു അല്ലേ? പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷൻസ് ഇല്ല.